ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാർപ്പാപ്പയുടെ ഏഷ്യൻ സന്ദർശനം അവസാന ഘട്ടത്തിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് സിംഗപ്പൂരിലെത്തും. സുവർണഗേഹം പദ്ധതിയുടെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് സ്നേഹസദനമൊരുക്കി ഇരിങ്ങാലക്കുട രൂപത. വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ. അതിർത്തി രക്ഷാസേന ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. വിയറ്റ്നാമിൽ യാഗി ചുഴലിക്കാറ്റ്. മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 143 കടന്നു. 144 ഡ്രോണുകൾ. റഷ്യയിൽ ആക്രമണം നടത്തി യുക്രൈൻ. വാർത്തകൾ വിശദമായി. അപ്പസ്തോലിക യാത്രയുടെ 4ാം ഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ സിംഗപ്പൂരിലെത്തി. 11 ദിവസത്തെ അപ്പസ്തോലിക യാത്രയുടെ അവസാന ഘട്ടമാണിത്. സെപ്റ്റംബർ 9 മുതൽ 11 വരെയായിരുന്നു പാപ്പ ഈസ്റ്റ് തിമോറിലുണ്ടായിരുന്നത്. ചാങ്കി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:15-നാണ് പാപ്പ എത്തിയത്. വിമാനത്താവളത്തിൽ രാജ്യത്തിന്റെ അധികാരികൾ ചേർന്നാണ് മാർപ്പാപ്പയെ സ്വീകരിച്ചത്. തുടർന്ന് സെന്റ് ഫ്രാൻസിസ് സേവ്യർ റിട്രീറ്റ് സെന്ററിൽ ജസ്യൂട്ട് സഭാ അംഗങ്ങളുമായി പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. സിംഗപ്പൂരിലായിരിക്കുന്ന ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായും സിവിൽ സൊസൈറ്റി അംഗങ്ങളുമായും നയതന്ത്ര സേനാംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂരിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് 98% കത്തോലിക്കരുള്ള ചെറിയ ദ്വീപ് രാജ്യമായ ഈസ്റ്റ് ടിമോറിൽ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത് ഏകദേശം 6 ലക്ഷത്തിലേറെ കത്തോലിക്കരാണ്. തീരപ്രദേശമായ ടാസിറ്റോളുവിലെ തുറന്ന വേദിയിലായിരുന്നു കുർബാനയർപ്പണം. കടുത്ത വെയിലിനെയും ചൂടിനെയും അവഗണിച്ചാണ് ജനലക്ഷങ്ങൾ പാപ്പയെ ഒരു നോക്ക് കാണാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുമായി എത്തിയത്. സെപ്റ്റംബർ 9 മുതൽ 11 വരെയായിരുന്നു പാപ്പ ഈസ്റ്റ് തിമോറിൽ ഉണ്ടായിരുന്നത്. ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നായ ഈസ്റ്റ് തിമോറിലെ ജനങ്ങൾക്ക് ആത്മീയ ഉണർവും ഭൗതികമായ നിരവധി സമ്മാനങ്ങളും നൽകിയാണ് പരിശുദ്ധ പിതാവ് സമ്പന്ന രാജ്യമായ സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചത്. ഇരിങ്ങാലക്കുട രൂപതയുടെ 47ാമത് രൂപതാ ദിനാഘോഷം വിപുലമായ ചടങ്ങുകളോടെ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടന്നു. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്രയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് രൂപതാ ദിനാഘോഷ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. സമ്മേളനത്തിൽ രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. കാല് കഴുകി കാല് ചുംബിക്കാനായിട്ട് ഈശോ താഴോട്ട് പാദത്തിലേക്ക് നോക്കി കാല് പൊക്കി ചുണ്ടോട് വയ്ക്കുമ്പോൾ ഡാവിഞ്ചി മനോഹരമായിട്ടുള്ളൊരു പ്രതീകം വരയ്ക്കുന്നുണ്ട്. അടിയിൽ കിടക്കുന്ന വെള്ളത്തിൽ കർത്താവിൻ്റെ മുഖം പ്രതിബിംബിക്കുന്നു. കർത്താവിൻ്റെ മുഖം സമൂഹമധ്യത്തിൽ പ്രതിബിംബിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പട്ടുതുവാലയാണ് ഈ സ്നേഹസദനം. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാനായിട്ട് നടത്തുന്ന വലിയ പരിശ്രമം. കർത്താവിൻ്റെ എല്ലാ പഠനങ്ങളും കൂടെ 3 നിയമത്തിൽ സംഗ്രഹിക്കാം. ഒന്ന്, കുർബാന സ്ഥാപിച്ചിട്ട് കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ദ കമാൻഡ് ഓഫ് യൂക്കറിസ്റ്റ്. രണ്ടാമത്തെ കർത്താവിൻ്റെ വലിയ കൽപ്പനയാണ്. നല്ല സമറായക്കാരൻ്റെ കഥ പഠിപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. നീയും പോയി അതുപോലെ ചെയ്യാൻ പറഞ്ഞ കർത്താവിൻ്റെ കൽപ്പന 46ാമത്തെ വർഷം പൂർത്തിയാക്കുന്ന ഇരിഞ്ഞാലക്കുട പൂർത്തിയാക്കുന്നതിൻ്റെ അടയാളമാണ് ഈ സ്നേഹസദനം. നീയും പോയി അതുപോലെ ചെയ്യുക.
ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ഗ്രാൻറ്റ് കിട്ടുമായിരിക്കാം. നമ്മൾ ആ വക ക്യൂലൊന്നും നിൽക്കാറില്ല. കിട്ടിയാൽ നല്ലത്, നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ആ ക്യൂലൊക്കെ പോയി ഇന്ന് അപേക്ഷ കൊടുത്ത് മന്ത്രിമാരുടെ കാല് പിടിച്ച് അവരുടെ പിന്നാലെ പോയി അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ ജനം നൽകുന്ന ഔദാര്യമാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്നത്. ആ സംസ്കാരം നമ്മുടെ വിശ്വാസത്തിൻ്റെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ജനങ്ങളോടൊക്കെ പറയും, നിങ്ങൾ ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർക്കണം. ഈ സ്ഥാപനം നിങ്ങളുടെ സ്വന്തമായിരിക്കണം. ഞാൻ പറയും, എല്ലാ വീട്ടുകാരും ഒഴിവ് കിട്ടുമ്പോൾ വന്ന് ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കുകാരാകണം. ഈ കിടപ്പ് രോഗികളുടെ മലമൂത്ര വിസർജനങ്ങൾ എടുത്തു മാറ്റാൻ, ഇത് തുടച്ചു വൃത്തിയാക്കാൻ. ഞാനെപ്പോഴും പറയാറുണ്ട്, സക്രാരിക്കകത്തിരിക്കുന്ന കുസ്തോദിയിലെ തിരുവോസ്തി തന്നെയാണ് ഈ അഭയഭവനിൽ കിടക്കുന്ന ഓരോ രോഗിയും. കുസ്തോദി ഇരിക്കുന്നിടത്ത് തിരി കത്തിച്ച് ധൂപം വെച്ച് ചന്ദനത്തിരി കത്തിക്കാൻ നമുക്കിഷ്ടമാണ്. ഈ രോഗികളെ ശുശ്രൂഷിക്കുന്നത് അഭിമാനത്തോടുകൂടെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനങ്ങളാണ് സഭയുടെ മുഖമുദ്ര എന്നും സഭാമക്കളുടെ കുലീനത്വമാണ് അതിന് പിന്നിലെന്നും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു. പാരമ്പര്യമായി ലഭിച്ച ആ കുലീനത്വം ശക്തിപ്പെടുത്തുവാൻ കുടുംബങ്ങളെ ആഹ്വാനം ചെയ്ത് പിതാവ് 20 കിടപ്പ് രോഗികൾക്ക് പരിചരണം നൽകുവാനുള്ള സൗകര്യങ്ങളാണ് സ്നേഹസദനിൽ ഒരുക്കിയിട്ടുള്ളത്. ഇരിങ്ങാലക്കുട പൊറത്തുശ്ശേരി അഭയഭവന്റെ അനുബന്ധ സ്ഥാപനമാണിത്. ഈ രണ്ടിടങ്ങളിലും നിർമ്മലദാസി സിസ്റ്റേഴ്സ് ശുശ്രൂഷ നടത്തുന്നു. പൊതുസമ്മേളനത്തിൽ ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. ദൈവാരാധനയിൽ അധിഷ്ഠിതമായ വിശ്വാസ ജീവിത പരിശീലനവും കുടുംബങ്ങളുടെ ശാക്തീകരണവുമാണ് രൂപത ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വയനാട്ടിലെ ഭവന നിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി രൂപതയിൽ നിന്ന് 1,20,00,000 രൂപ KCBC പ്രതിനിധി ഫാദർ ജേക്കബ് മാവുങ്കലിന് കൈമാറി. രൂപതയുടെ 2023 വർഷത്തെ കേരള സഭാ താരം അവാർഡ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മുൻ MD VJ കുര്യൻ IAS-ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് സമ്മാനിച്ചു. ഹൊസൂർ രൂപത ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ, വികാരി ജനറൽ ഫാദർ ജോളി വടക്കൻ, ബെന്നി ബഹന്നാൻ MB, സനീഷ് കുമാർ ജോസഫ് MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കുറ്റിക്കാടൻ, ഫാദർ ലിജു പോൾ പറമ്പത്ത്, ഫാദർ കിൻസ് എളങ്കുന്നപ്പുഴ, സ്നേഹസദൻ ഡയറക്ടർ ഫാദർ ജിനോജ് കോലഞ്ചേരി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷാബു പുത്തൂർ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കുറ്റിക്കാട് കുറുക്കമറ്റം പ്രദേശത്ത് മാരാങ്കോട് സെൻറ്റ് ജോസഫ് ഇടവക അതിർത്തിയിൽ ഈ സ്നേഹഭവൻ ഇന്ന് ആശീർവദിക്കപ്പെട്ടിരിക്കുന്നത്. അനാഥരും നിരാശ്രയരുമായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് ആശ്രയം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഭവനത്തിന് ഇന്ന് തുടക്കം കുറിക്കുക. രൂപതയിൽ 30 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച അഭയഭവൻ, പുറത്തുശ്ശേരിയിലെ അഭയഭവൻ്റെ ഒരു ആശ്രിത ഭവനമായിട്ടാണ് ഈ സ്നേഹഭവൻ തുടക്കം കുറിക്കുന്നത്. ഇത് അഭയഭവൻ്റെ ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പണിതിരിക്കുക. മലയോര പ്രദേശത്തെ വളരെ പ്രത്യേകമായിട്ട് ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ള നിരാലംബരായിട്ടുള്ള രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് ഇവിടെ ആശ്രയം നൽകുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സൗഖ്യദായകമായിട്ടുള്ള ശുശ്രൂഷയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് നടത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഇതുവരെയുള്ള ഇതിൻ്റെ പൂർത്തീകരണത്തിലും അകമഴിഞ്ഞ സംഭാവനയാണ്, സഹകരണമാണ് നല്ലവരായിട്ടുള്ള ഉപകാരികളായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അവരെല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇരിങ്ങാലക്കുട രൂപത അതിൻ്റെ ആധുനിക ചരിത്രത്തിലെ 47ാം രൂപതാ ദിനമാണ് സെപ്റ്റംബർ 10-ാം തീയതി.
1978 സെപ്റ്റംബർ 10 രൂപത ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അഭിമന്യ ജെയിംസ് പഴയാറ്റ് പിതാവ് പ്രഥമ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഇന്ന് 46 വർഷങ്ങൾ പിന്നിട്ട് 47-ാം വർഷത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും അതുപോലെ തന്നെ കരുതലും സ്നേഹവും ഈ കാര്യത്തിലുണ്ട്, ഈ രൂപതയുടെ വളർച്ചയിലുണ്ട് എന്നുള്ളത് ഏറ്റുപറയട്ടെ. അവർണ്ണനീയമായ ദൈവത്തിൻ്റെ കരുതലിന് കൃതജ്ഞതയോടുകൂടെ പ്രണാമം അർപ്പിക്കുകയാണ്. സെപ്റ്റംബർ 10 മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. സിറോ മലബാർ സഭയുടെ ഭാരത ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായിട്ടുള്ള മാർ ജോസഫ് കരിയാറ്റിൽ പിതാവിൻ്റെ ചരമദിനവും കൂടിയാണ് ഇന്ന്. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് ഒരു പൂർവ്വചരിത്രമുണ്ട്. AD 52 മാർത്തോമാസ്ലീഹ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ ഈ രൂപതയുടെ അതിർത്തിയിൽപ്പെടുന്ന പ്രദേശമാണ്. കൊടുങ്ങല്ലൂരിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇരിങ്ങാലക്കുട രൂപത രൂപം കൊള്ളുക. ക്നാനായ തൊമ്മൻ 4-ാം നൂറ്റാണ്ടിൽ വന്നിറങ്ങിയതും കൊടുങ്ങല്ലൂർ തന്നെയാണ്. പോർച്ചുഗീസ് കോട്ട സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം സാമൂഹികമായും ക്രിസ്തീയമായും ചരിത്രപരമായും വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രദേശമാണ്. ആ കൊടുങ്ങല്ലൂരിൻ്റെ നാമകരണം തന്നെയാണ് ഭാരതത്തിലെ ആദ്യത്തെ രൂപതയായിട്ടുള്ള കൊടുങ്ങല്ലൂർ അതിരൂപതയ്ക്ക് ലഭിച്ചത്. 1886 വരെ ആ രൂപതയുണ്ടായിരുന്നു. പിന്നീട് ആ രൂപത ഇല്ലായ്മ ചെയ്യപ്പെടുകയും സിറോ മലബാർ സഭയ്ക്കായിട്ട്, സുറിയാനി കത്തോലിക്ക സഭയ്ക്കായിട്ട് തൃശ്ശൂർ, കോട്ടയം വികാരിയാത്തുകൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആരംഭിച്ച തൃശ്ശൂർ വികാരിയാത്ത് പിന്നീട് രൂപതയായി, പിന്നീട് അതിരൂപതയായി. അതിൽ നിന്നും തിരിഞ്ഞതാണ് ഇരിങ്ങാലക്കുട രൂപത. മാർത്തോമാസ്ലീഹ കൊളുത്തിവെച്ച വിശ്വാസത്തിൻ്റെ ദീപം ഉജ്ജ്വലിപ്പിക്കുവാൻ വലിയ കടപ്പാടും വലിയ ദൗത്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സംഘർഷം രൂക്ഷമായ മണിപ്പൂരിൽ 5 ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനം റദ്ദാക്കി. വിദ്വേഷ പരാമർശങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ആഭ്യന്തര വകുപ്പാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇന്നു മുതൽ സെപ്റ്റംബർ 15 വൈകിട്ട് 3 വരെയാണ് സേവനം നിർത്തിവെക്കുക എന്ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. മണിപ്പൂരിൽ വ്യാഴാഴ്ച വരെ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ സംഘർഷഭരിതമായ അവസ്ഥ കണക്കിലെടുത്ത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണ്. ചൊവ്വാഴ്ച ഇംഫാലിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു. മണിപ്പൂരിൽ കുക്കി, മെയ്തൈ വംശജർ തമ്മിൽ കഴിഞ്ഞ 1 വർഷത്തോളമായി സംഘർഷം തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന സംഘർഷത്തിൽ മാത്രം 11 പേരാണ് കൊല്ലപ്പെട്ടത്. വിദ്യാർത്ഥി പ്രതിഷേധം സംഘർഷത്തിൽ അവസാനിച്ചതോടെയാണ് ഇംഫാലിലും പരിസര പ്രദേശങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തിയത്. കലാപകാരികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അതിനിടെ സംസ്ഥാനത്തെ സുരക്ഷാ ഉപദേഷ്ടാവിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ മണിപ്പൂർ സ്റ്റുഡൻസ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധം വ്യാപക സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. ഇംഫാലിൽ വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിലും വൻ സംഘർഷമുണ്ടായിരുന്നു. പ്രതിഷേധക്കാർ രാജ്ഭവന്റെ പ്രവേശന കവാടത്തിന് നേരെ കല്ലെറിഞ്ഞു. CRPF വാഹന വ്യൂഹത്തിന് നേരെയും വിദ്യാർത്ഥികൾ ആക്രമണം നടത്തി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. തൗബാലിലെ ജില്ലാ ആസ്ഥാനത്ത് ദേശീയ പതാക മാറ്റി മെയ്തൈ പതാക പ്രതിഷേധക്കാർ ഉയർത്തി. മെയ്തൈ മേഖലകളിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ നടപടിയെടുക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. സമരം നടത്തുന്ന വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി ബീരേൻ സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനിടെ സുക്നു മേഖലയിൽ ഇന്നലെ വീണ്ടും വെടിവെപ്പുണ്ടായി. സംഘർഷം നേരിടാൻ സുരക്ഷാ സേനകളുടെ സംയുക്ത നീക്കം വേണമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത് ജനങ്ങളിൽ നിരാശയുണ്ടാക്കിയെന്ന് ഇതിനിടെ മുൻ ഗവർണർ അനസൂയ ഉയിഗെ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ ജമ്മുവിലെ അഖ്നൂർ മേഖലയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തി. ഏറ്റുമുട്ടലിൽ ഒരു അതിർത്തി രക്ഷാസേന ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. BSF ജവാന്മാർ തിരിച്ചടിച്ചെങ്കിലും പാകിസ്ഥാൻ ഭാഗത്തെ ആളപായത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 2:35 സംഭവം.
അതിർത്തിക്കപ്പുറത്ത് നിന്ന് അക്നൂർ പ്രദേശത്ത് പ്രകോപനമില്ലാതെ വെടിവയ്പുണ്ടാവുകയായിരുന്നു. 2021 ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ പുതുക്കിയ ശേഷം അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങളിൽ വലിയ കുറവാണുണ്ടായത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവയ്പിൽ ഒരേയൊരു BSF ജവാന് മാത്രമാണ് ജീവൻ നഷ്ടമായത്. അതേസമയം 10 വർഷത്തിനിടെ ആദ്യമായി ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. സെപ്റ്റംബർ 18-നാണ് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. സെപ്റ്റംബർ 25-ന് 2ാം ഘട്ടവും ഒക്ടോബർ 1-ന് 3ാം ഘട്ടവും നടക്കും. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നുഴഞ്ഞുകയറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ജമ്മു കശ്മീർ അതിർത്തിയിൽ സൈന്യം വ്യാപകമായ തിരച്ചിലാണ് നടത്തുന്നത്. ബൂത്തുകളുടെയും സ്ഥാനാർത്ഥികളുടെയും വോട്ടർമാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായി കേന്ദ്ര സായുധ അർദ്ധസൈനിക വിഭാഗത്തിന്റെ 300 കമ്പനികളെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. 3 ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം സെപ്റ്റംബർ 18-ന് നടക്കാനിരിക്കെയാണ് കൃത്യം ഒരാഴ്ച മുൻപ് വെടിനിർത്തൽ കരാർ ലംഘനം. സൈനികർ അതീവ ജാഗ്രതയിലാണെന്ന് BSF അറിയിച്ചു. തലസ്ഥാനമായ മോസ്കോ അടക്കം റഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ യുക്രൈൻ വൻതോതിൽ ഡ്രോൺ ആക്രമണം നടത്തി. 144 ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ റമൻസ്കോ നഗരത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്കേറ്റു. മോസ്കോയ്ക്ക് പുറത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. മോസ്കോ നഗരത്തിന് പുറത്തുള്ള 3 വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. 50 വിമാനങ്ങൾ തിരിച്ചുവിട്ടു. യുദ്ധം ആരംഭിച്ച 2.5 വർഷത്തിനുള്ളിൽ യുക്രൈൻ നടത്തിയ ഏറ്റവും കനത്ത ആക്രമണവും ഈ മാസം നടത്തിയ 2ാമത്തെ വലിയ ആക്രമണവുമാണിത്. ഈ മാസം 1-ന് യുക്രൈന്റെ 158 ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ സൈന്യം അറിയിച്ചിരുന്നു. യുക്രൈൻ ശത്രുവാണെന്നും അവരെ നേരിടണം എന്നുള്ളതിന്റെ തെളിവാണ് ഈ ആക്രമണമെന്ന് റഷ്യയുടെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. കിഴക്കൻ യുക്രൈനിലെ ക്രെസ്നോഹോറിവ്ക നഗരം പിടിച്ചെടുത്തതായും റഷ്യ അവകാശപ്പെട്ടു. റഷ്യ ഡ്രോൺ ആക്രമണം നടത്തിയതായി യുക്രൈനും ആരോപിച്ചു. 46 എണ്ണത്തിൽ 38 എണ്ണം തകർത്തതായും പറയുന്നു. അതിനിടെ ടെൽ അവീവ് ഖാൻ യൂനിസ് ഹ്യൂമാനിറ്റേറിയൻ സോണിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ഇസ്രായേൽ ജെറ്റ് ആക്രമണം നടത്തിയതായി ചൊവ്വാഴ്ച രാവിലെ ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. സൈന്യം പറയുന്നതനുസരിച്ച് ഇസ്രായേൽ സൈനികർക്കും സാധാരണക്കാർക്കുമെതിരെ ഭീകര ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന മനുഷ്യവാസ മേഖലയിൽ സ്ഥാപിച്ചിരുന്ന ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹമാസ് നിയന്ത്രണ കേന്ദ്രങ്ങൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ആയുധശേഖരങ്ങൾ, ടണൽ ഷാഫ്റ്റുകൾ, നിരീക്ഷണ പോസ്റ്റുകൾ, നിയുക്ത മാനുഷിക മേഖലയ്ക്കുള്ളിലെ മറ്റു വസ്തുക്കൾ എന്നിവ ആക്രമണത്തിൽ ഇസ്രായേൽ ഇല്ലാതാക്കി. ഗാസ മുനമ്പിലെ തീവ്രവാദ സംഘടനകൾ ഇസ്രായേൽ ഭരണകൂടത്തിനും IDF സൈനികർക്കുമെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നിയുക്ത ഹ്യൂമാനിറ്റേറിയൻ ഏരിയയിൽ ഉൾപ്പെട്ട സിവിലിയൻ മേഖല ആസൂത്രിതമായി ദുരുപയോഗം ചെയ്യുന്നത് തുടരുന്നുവെന്നും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമ ബംഗാൾ സർക്കാരിനെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും വിമർശിച്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പിതാവ് രംഗത്ത്. മകൾക്ക് നീതി ലഭിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടികളിൽ അതൃപ്തിയും നിരാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു. കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ച നടപടികളിൽ തങ്ങൾ തൃപ്തരല്ല എന്നും സർക്കാർ തങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനായി ഒന്നും ചെയ്യുന്നില്ല എന്നും ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പിതാവ് ആരോപിച്ചു. ബംഗാളിലെയും രാജ്യത്തെയും ജനങ്ങൾ തങ്ങളുടെ മകളെ അവരുടെ മകളായിട്ടാണ് കാണുന്നത്. ആർക്കും ദുർഗാപൂജ സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്തെന്ന മമതാ ബാനർജിയുടെ അവകാശവാദം ഇരയുടെ മാതാവ് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. നഷ്ടപരിഹാരം ലഭിക്കുമെന്നും മകളുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും നിർമ്മിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെന്നും അപ്പോൾ തന്റെ മകൾക്ക് നീതി കിട്ടുമ്പോൾ ഓഫീസിൽ വന്ന് നഷ്ടപരിഹാരം വാങ്ങാമെന്ന് അന്ന് പ്രതികരിച്ചിരുന്നതായും അമ്മ വ്യക്തമാക്കി. അതിനിടെ PG ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആരംഭിച്ച സമരം തുടരുമെന്നും ജൂനിയർ ഡോക്ടർമാർ അറിയിച്ചു. സമരം അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം അംഗീകരിക്കില്ലെന്നാണ് ഡോക്ടർമാരുടെ നിലപാട്. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ ഇടപെട്ട സുപ്രീം കോടതി ഇന്നലെ പ്രതിഷേധം അവസാനിപ്പിച്ച് സേവനം തുടരാൻ സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് നിർദ്ദേശിച്ചിരുന്നു. പൊതുസമൂഹത്തിന് സേവനം നൽകാൻ ഡോക്ടർമാർക്ക് ബാധ്യതയുണ്ടെന്ന് മറക്കരുതെന്നും ഡോക്ടർമാർ തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ പശ്ചിമ ബംഗാൾ സർക്കാരിന് നടപടി സ്വീകരിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചിരുന്നു. കൊൽക്കത്ത പോലീസ് കമ്മീഷണറും ആരോഗ്യ സെക്രട്ടറിയും രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഓഗസ്റ്റ് 9-ന് പുലർച്ചെയാണ് രാജ്യത്തെ നടുക്കിയ കൊലപാതകം നടന്നത്. ആർജിക്കർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിഭാഗത്തിൽ PG ട്രെയിനിയായ വനിതാ ഡോക്ടറെയാണ് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം. ശരീരമാസകലം മുറിവേറ്റിരുന്നു.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനം സ്ഥിരീകരിച്ചതോടെയാണ് സംഭവത്തിൽ വൻ പ്രതിഷേധമുയർന്നത്. ഇതിനു പിന്നാലെ പ്രതിയായ പോലീസിന്റെ സിവിക് വളണ്ടിയർ സഞ്ജയ് റോയ് പോലീസിന്റെ പിടിയിലായി. കേസ് പിന്നീട് കൊൽക്കത്ത ഹൈക്കോടതിക്ക് CBI വിട്ടു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് രാഹുലും കോൺഗ്രസും ശീലമാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വിദേശത്ത് പോയി ഇന്ത്യ വിരുദ്ധ പരാമർശം നടത്തുന്നു, രാജ്യത്ത് ഭിന്നതയുണ്ടാക്കാനാണ് ശ്രമമെന്നും അമിത്ഷാ ആരോപിച്ചു. US സന്ദർശനത്തിനിടെ രാഹുൽ ഉയർത്തിയ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ പ്രതികരണം. ജാതി സെൻസസ്, സംവരണം, സിഖ് വിഷയം അടക്കമുള്ളവയിൽ US സന്ദർശന വേളയിൽ രാഹുൽ സംസാരിച്ചിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു എക്സ് പ്ലാറ്റ്ഫോമിൽ ആഭ്യന്തരമന്ത്രി വിമർശനവുമായി രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധി രാജ്യവികാരത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ളതും സുരക്ഷയെ ബാധിക്കുന്നതുമായ പരാമർശങ്ങളാണ് നടത്തുന്നതെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു. ഭാഷകളിലെ, മതങ്ങളിലെ, പ്രദേശങ്ങളിലെ വേർതിരിവുകളെക്കുറിച്ച് സംസാരിക്കുന്നതിലൂടെ രാഹുലിന്റെ വിഭജന ചിന്തയെയാണ് കാണിക്കുന്നതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ഇന്ത്യ അടിസ്ഥാനപരമായി കൂട്ടിച്ചേർക്കലുകളും ഒന്നിപ്പിക്കലുമാണെന്നും എന്നാൽ വ്യത്യസ്ത ധാരകളുടെ കൂട്ടായ്മയായി ഇന്ത്യയെ കാണുന്നതിനെ RSS തെറ്റിദ്ധരിക്കുകയാണെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവാദിക്കവേ രാഹുൽ പറഞ്ഞത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തെത്തി നിമിഷങ്ങൾക്കകം BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർക്കും ഭയമില്ലാതായെന്നും രാഹുൽ പറഞ്ഞു. ഇതൊന്നും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസ് പാർട്ടിയുടെയോ വലിയ നേട്ടങ്ങളല്ല. ഇത് ജനാധിപത്യത്തെ തിരിച്ചറിഞ്ഞ ഇന്ത്യയിലെ ജനങ്ങളുടെ വലിയ നേട്ടമാണ്. തങ്ങളുടെ ഭരണഘടന ആക്രമിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നവരുടെ നേട്ടമാണിതെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഇന്ത്യ എന്നത് ഒറ്റ ആശയമാണെന്നാണ് RSS വിശ്വസിക്കുന്നത്. എന്നാൽ തങ്ങൾ വിശ്വസിക്കുന്നത് ഇന്ത്യ എന്നത് അനവധി ആശയങ്ങൾ ഉൾച്ചേർന്നതെന്നാണ്. ജാതി, ഭാഷ, മതം, ആചാരം, ചരിത്രം എന്നിവയ്ക്കുപരിയായി ഓരോ വ്യക്തിക്കും ഇടം നൽകണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും നേർക്കുനേർ. കമല പ്രസിഡന്റായാൽ അമേരിക്കയുടെ സഖ്യരാജ്യമായ ഇസ്രായേൽ ഇല്ലാതാകുമെന്ന് ട്രംപ് ആരോപിച്ചു. എന്നാൽ ട്രംപ് അമേരിക്കൻ ജനങ്ങളെ വിഭജിക്കുകയാണെന്ന് കമല തിരിച്ചടിച്ചു. ട്രംപ് വരുത്തിയ വിനകൾ നീക്കുകയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ എന്ന് കമല ഹാരിസ് സംവാദത്തിൽ പറഞ്ഞു. ബൈഡന്റെ ഭരണത്തിൽ അമേരിക്കൻ മധ്യവർഗം തിരിച്ചടി നേരിടുന്നുണ്ടെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ക്യാപിറ്റൽ ആക്രമണം സംബന്ധിച്ചും ചൂടേറിയ സംവാദമാണ് ഇരുവരും തമ്മിൽ നടക്കുന്നത്. തനിക്ക് ഖേദമില്ലെന്നും സമാധാനപരമായ പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തതെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്ക അപമാനിക്കപ്പെട്ട സംഭവമെന്ന് ആക്രമണത്തെ കമല ഹാരിസ് വിശേഷിപ്പിച്ചു. ട്രംപിനെതിരായ ക്രിമിനൽ കുറ്റങ്ങൾ കമല ആയുധമാക്കിയപ്പോൾ അഭയാർത്ഥി പ്രശ്നങ്ങളടക്കം ട്രംപും ആയുധമാക്കി. ഗർഭചിത്ര നിയമങ്ങളിലും ശക്തമായ വാഗ്വാദമാണ് നടന്നത്. ഇതാദ്യമായാണ് പ്രചാരണ കാലത്ത് ഇരുവരും നേർക്കുനേർ സംവാദത്തിൽ വരുന്നത്. പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിലുള്ള NCC സെന്ററിൽ ABC ന്യൂസ് സംഘടിപ്പിക്കുന്ന സംവാദത്തിൽ വെച്ചായിരുന്നു വാഗ്വാദം. ഗർഭചിത്ര നിയമങ്ങൾ, ക്യാപിറ്റൽ ആക്രമണം, അഭയാർത്ഥി ബിൽ അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ വാഗ്വാദമാണ് നടന്നത്. ഏറ്റവും മികച്ച സംവാദങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് ഇതേക്കുറിച്ച് ട്രംപ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. സംവാദം തുടങ്ങും മുൻപ് കമല ഹാരിസും ട്രംപും പരസ്പരം ഹസ്തദാനം നടത്തി. 2 മാസം മുൻപ് തങ്ങളുടെ പ്രസിഡൻഷ്യൽ സംവാദത്തിനായി കണ്ടുമുട്ടിയപ്പോൾ ട്രംപും പ്രസിഡന്റ് ജോ ബൈഡനും ഹസ്തദാനം നടത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഹേമ കമ്മിറ്റി രൂപീകരണത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. കമ്മിറ്റി നിയമവിരുദ്ധം എന്നാരോപിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു നടപടിക്ക് അധികാരമില്ലെന്നും ഹർജിയിൽ പറയുന്നു. കമ്മിറ്റിയുടെ രൂപീകരണം നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി പാടില്ലെന്നുമാണ് ഹർജിയിലെ ആവശ്യം. അഡ്വക്കേറ്റ് RP രമേശ്, അഡ്വക്കേറ്റ് K രാംകുമാർ മുഖേനയാണ് ഹർജി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനായുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. എന്തുകൊണ്ട് ഇത്രയും കാലം സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൗനം പാലിച്ചുവെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറേണ്ടതെന്നും അതിനുശേഷമേ മുദ്രവെച്ച കവറിലുള്ള പൂർണ്ണ റിപ്പോർട്ട് തങ്ങൾ തുറക്കൂവെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തുടർ നടപടി എടുത്തോ എന്നത് അടുത്ത സിറ്റിംഗിൽ പരിശോധിക്കുമെന്നും SIT തിരക്കിട്ട് നടപടികളിലേക്ക് കടക്കരുതെന്നും ഓഡിയോ സന്ദേശങ്ങൾ റിപ്പോർട്ടിന്റെ ഭാഗമാണെങ്കിൽ അത് ഹാജരാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ ഹർജിക്ക് നിലവിൽ പ്രസക്തിയില്ലെന്ന് AG ഹൈക്കോടതി അറിയിച്ചു. എന്നാൽ ഹർജിയിൽ ഉന്നയിച്ച നിയമവശങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്ന് കോടതി തിരിച്ചു ചോദിച്ചു. രഹസ്യ സ്വഭാവമുള്ളവ പ്രസിദ്ധീകരിക്കുവാൻ
വിവരാവകാശ കമ്മീഷനാകുമോ എന്നും കോടതി ചോദിച്ചു. ICC നടപ്പാക്കാത്ത സിനിമാ യൂണിറ്റുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന വനിതാ കമ്മീഷനും ഹൈക്കോടതിയെ അറിയിച്ചു. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേട്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക, അന്വേഷണം CBIക്ക് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള വിവിധ ഹർജികളാണ് പ്രത്യേക ബെഞ്ചിന് മുന്നിലുള്ളത്. വിയറ്റ്നാമിൽ വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം 143ആയി. 59 പേരെ കാണാതായി. ഏകദേശം 2,10,000 ഹെക്ടർ കൃഷി നശിച്ചതായാണ് കണക്കുകൾ. ഈ വർഷം ഏഷ്യയിൽ വീശുന്ന ഏറ്റവും തീവ്രതയേറിയ ചുഴലിക്കാറ്റായ യാഗി കഴിഞ്ഞ ദിവസമാണ് വിയറ്റ്നാമിൽ തീരം തൊട്ടത്. വിയറ്റ്നാമിൽ വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴ വടക്കൻ വിയറ്റ്നാമിലുടനീളം മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും കാരണമായി. ഹനോയിലെ റെഡ് നദിയിൽ ജലനിരപ്പ് ഓരോ മണിക്കൂറിലും 10 സെന്റിമീറ്റർ ഉയരുന്നതായാണ് റിപ്പോർട്ടുകൾ. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച തെക്കൻ ചൈനയിലെ ഹൈനാൻ ദ്വീപിലൂടെ കടന്നുപോയ ചുഴലിക്കാറ്റ് 8 ലക്ഷത്തോളം പാർപ്പിടങ്ങളുടെ നാശത്തിന് കാരണമായെന്നാണ് റിപ്പോർട്ട്. ചുഴലിക്കാറ്റ് ആദ്യം തീരം തൊട്ട ഫിലിപ്പീൻസിൽ 16 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ചുഴലിക്കാറ്റ് മൂലം വിയറ്റ്നാമിന്റെ വടക്കൻ പ്രവിശ്യയിൽ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ശനിയാഴ്ച മണിക്കൂറിൽ 149 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച യാഗി രാജ്യത്ത് അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ്. ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും മേഖലയിൽ ശക്തമായ മഴയുണ്ട്. പലയിടത്തും വീണ്ടും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് വിയറ്റ്നാം കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫിലിപ്പീൻസിൽ 20 പേരും ദക്ഷിണ ചൈനയിൽ 4 പേരും മരിച്ചിരുന്നു. സമുദ്രത്തിന്റെ താപനില കൂടുന്നത് മൂലം ചുഴലിക്കാറ്റിന്റെ ശക്തി വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തെക്കൻ ചൈനാക്കടലിൽ ഓഗസ്റ്റ് 30-നാണ് ഇത് രൂപം കൊണ്ടത്. മണിക്കൂറിൽ 149 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്നാണ് റിപ്പോർട്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രത്തിൽ താപനില ഉയരുന്നതാണ് കടുത്ത ചുഴലിക്കാറ്റുകൾക്ക് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി. ചൈന, തായ്ലൻഡ്, ലാവോയ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെയാണ് യാഗി ബാധിച്ചത്. ജപ്പാനാണ് ചുഴലിക്കാറ്റിന് യാഗി എന്ന് പേരിട്ടത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.